ഇന്ത്യാസ് ലഹരിക്ക് അടിമയായിരുന്ന ആളാണ്. എന്നാൽ ഈ കൊലപാതകം നടത്തുമ്പോൾ അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടേയില്ല. ഇത്രമാത്രം ക്രൂരമായിട്ട് ഇത്തരൊരു കൊലപാതകത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം എന്താണ്? ലഹരി തന്നെയാണോ ഇവിടെയും വില്ലൻ? തീർച്ചയായിട്ടും. അതായത് ഇന്നലെ മെഡിക്കൽ കോളേജ് പോലീസ് നടത്തിയ പരിശോധനയിൽ പ്രതിയായിട്ടുള്ള യാസിറിനെ മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് കണ്ടെത്തുകയും പിന്നീട് താമരശ്ശേരി പോലീസിന് കൈമാറുകയും ചെയ്തു. അതിനുശേഷം ബീച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി നടത്തിയ വൈദ്യ പരിശോധനയുടെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇത്തരം കൃത്യം നടത്തുമ്പോൾ ഇന്നലെ ലഹരിയുടെ ആസക്തിയിലായിരുന്നില്ല, ലഹരിയുടെ സ്വാധീനം ആ സമയത്ത് അക്രമം നടത്തുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ആസൂത്രിതമായി കൊലപാതകം നടത്തണം, ഷിബിലയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി കാറിലെത്തി പുതിയ കത്തി അതിനുവേണ്ടി വാങ്ങിച്ച് അകത്തുപോയി കുത്തിക്കൊലപ്പെടുത്തി എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന രീതിയിൽ തന്നെയാണ് ആ കൃത്യം നടത്തിയിരിക്കുന്നത്. അതും അത്ര ക്രൂരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ കത്തി ഉപയോഗിച്ച് ഷിബിലയുടെ കഴുത്തിന് ആദ്യം ഒരു കുത്തുന്നു. അങ്ങനെ ആ കത്തി കൊണ്ട് കുത്തുമ്പോൾ നിലത്തേക്ക് വീഴുന്നു. നിലത്തേക്ക് വീണതിന് ശേഷം പിന്നീട് ശരീരത്തിൽ കയറി ഇരുന്നു കൊണ്ട് പല തവണയായിട്ട് ഷിബിലയുടെ കഴുത്തിന് കുത്തിപ്പരിക്കേൽപ്പിച്ചു. അങ്ങനെയാണ് ഷിബില മരിക്കുന്നത്. പിന്നീട് അത് തടുക്കാൻ വന്ന ഭാര്യ മാതാവായിട്ടുള്ള ഹസീനയെയും അതുപോലെ തന്നെ ഭാര്യ പിതാവായിട്ട് ഷിബിലയുടെ പിതാവായിട്ടുള്ള അബ്ദുൾ റഹ്മാനെയും കുത്തി പരിക്കേൽപ്പിച്ചു. അവരാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. അവരെ വാർഡിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ ഇതിലിപ്പോൾ ഈ ലഹരിയുടെ സ്വാധീനം തന്നെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഈ നാട്ടുകാർ ഒന്നടങ്കം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം താമരശ്ശേരി ഈങ്ങാപ്പുഴ കേന്ദ്രീകരിച്ചൊക്കെ ലഹരി മാഫിയ സംഘം അതേ രീതിയിൽ വിലസുന്നുണ്ട്. നേരത്തെ ഉമ്മയെ കൊന്ന സുബൈദയെ കൊന്ന, അതായത് ഉമ്മയെ കൊന്ന മകൻ ആഷിഖിന്റെ വാർത്ത നമ്മൾ കണ്ടതാണ്. അത് അതിദയനീയമായിരുന്നു. ലഹരിയുടെ ആസക്തിയിലായിരുന്നു ഈ ഉമ്മയെ ഈ ആഷിഖ് കൊന്നിരുന്നത്. അവരുടെ സുഹൃത്താണ് ഇയാൾ. അങ്ങനെ ആ സുഹൃത്ത് ബന്ധം ഇവർക്കുണ്ട്. യാസിറും ആഷിഖും തമ്മിൽ സുഹൃത്തുക്കളാണ് എന്ന് ഇവരുടെ ഭാര്യ ഷിബില അറിയുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് യാസിറിന് ഒരു ഘട്ടത്തിൽ അറിയിക്കുന്നു. പക്ഷെ ആ സമയത്ത് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. പിന്നീട് ഇവർ പിരിഞ്ഞു കഴിയുന്നു. അങ്ങനെ ഇവരുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തണം, ലഹരി ഉപയോഗിച്ചുവെന്ന് നിരന്തരമായി എന്നെ ആക്രമിക്കുന്നു എന്ന രീതിയിലൊക്കെ ഒരു പരാതിയടക്കം താമരശ്ശേരി പോലീസിലൊക്കെ നൽകിയതാണ്. അതിൽ നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ ഒരു പരാതി നൽകിയിട്ട് പോലും ആ രീതിയിൽ അതിനെ അന്ന് ഗൗരവത്തോടെ കണ്ടില്ല, വിളിപ്പിച്ച് ചോദ്യം ചെയ്തില്ല, വാണിംഗ് കൊടുത്തില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് നാട്ടുകാർ ആ രീതിയിലൊക്കെ ആരോപിച്ചിരുന്നൊരു കാര്യം. അതോടൊപ്പം തന്നെ നമ്മളിതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവർ തമ്മിൽ ഏറെ സ്നേഹിച്ച്, അതായത് 4 വർഷം മുൻപ് 2020 ഇവരുടെ വിവാഹം കഴിയുന്നത്. പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. അങ്ങനെ ഒരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്. അതായത് ഈ ഷിബിലയുടെ വീട്ടിൽ നിന്ന് തക്കതായ എതിർപ്പുണ്ടായിട്ട് പോലും അത് കോടതിയിൽ പോയി അവിടെ നിന്ന് എനിക്ക് യാസിറിനൊപ്പമാണ് ജീവിക്കേണ്ടത് എന്ന് ഷിബില പറഞ്ഞ് അങ്ങനെ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയവരാണ്. അങ്ങനെ 1 വർഷം പിന്നിടുമ്പോൾ അത് ലഹരിയുടെ സ്വാധീനമൊക്കെ വീട്ടിൽ കൃത്യമായിട്ട് ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാവുന്നു. അതുപോലെ തന്നെ ഈ ഷിബിലയുടെ സ്വർണം ഇദ്ദേഹം എടുത്ത് പണയം വെച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാവുന്നു. അങ്ങനെ നിരന്തരമായിട്ട് ഷിബിലയ്ക്ക് യാസിർ ഒരു ശല്യമായി മാറുന്നു. അങ്ങനെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നതും പിന്നീട് പിരിഞ്ഞു കഴിയുന്നതുമൊക്കെ. എന്തായാലും ഇപ്പോൾ ഇവിടെയുള്ള ചില നാട്ടുകാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിബിലയുടെ ഭർത്താവ് യാസിറിനെ അറിയുന്നവരായിരിക്കുമല്ലോ അല്ലേ? അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്താ ഇവിടെ ജീവിക്കുന്ന സമയത്തുള്ള? ഒരു ഫാമിലിയിൽ ഇവൻ മാത്രം ഇങ്ങനെ ഇതിൻ്റെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതാണ് നമ്മളെ അറിവിൽ. അവനോ നേരത്തെ കണ്ടിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്നവരാണോ ഈ യാസിർ? കുറേ ആൾക്കാരും കൂട്ടുകാരൊക്കെ ഉണ്ട്. അവരെ കുറിച്ച് നമുക്ക് അറിയാം. ഇവനെ നമുക്ക് അറിയുന്നതാണ്, ആദ്യം അറിയുന്നതാണ്. ഇവൻ്റെ വാപ്പനെയും ജ്യേഷ്ഠനൊക്കെ അറിയുന്നതാണ്. അങ്ങനെ ഈ ഒരു സമയത്ത് ഇത് തടുക്കാനോ അതല്ലെങ്കിൽ നാട്ടുകാർ ഇവനെതിരെ പരാതിയുമായിട്ട് സ്റ്റേഷനിലൊക്കെ പോകുന്ന സാഹചര്യം വീട്ടിൽ അതിനെതിരെ. കാരണം നാട്ടുകാർക്ക് ഇവനെ കൊണ്ടൊരു ശല്യമോ കാര്യങ്ങളോ അതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവന് ചെറുപ്പം പോലെ കഞ്ചാവ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാമായിരുന്നു. നമ്മളതിനെ പ്രതികരിക്കുകയും ചെയ്തതാണ്. പക്ഷേ പിന്നീട് ഇവിടെ സ്ഥലം മാറി പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവർ തൊട്ടടുത്ത വീട്ടിലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു അടുപ്പുണ്ടായിരുന്നു. ഈ ഷിബില ഏത് ഘട്ടത്തിലാണ് ഇവരുമായിട്ട് പിണങ്ങുന്നത്? ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയുമ്പോഴാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ? അല്ലല്ല, അത് അറിയാമലായിരിക്കും. പിന്നെ ഇവന്റെ സുഹൃത്താണ് ഇപ്പോൾ അവിടെ നിന്ന് വേറൊരു കൊലപാതകം നടത്തിയിട്ട് ഉമ്മനെ വെട്ടി വന്ന് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് പേടിയായത്. അപ്പോൾ ഇവളോട് എത്ര വട്ടം പറഞ്ഞു, ഞാൻ കൊല്ലും എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിന് അടിസ്ഥാനത്തിലാണ് ഇവർ കഴിഞ്ഞ് 28-ാം തീയതി കൊണ്ടിട്ട് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. നടപടി എടുത്തിട്ടില്ല. അതാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഇത്തരത്തിൽ നിരന്തരമായി ശല്യം ഉണ്ടാവുമ്പോൾ, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോഴാണ് കഴിഞ്ഞ മാസം 28-ന് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ഷിബിലയുടെ കുടുംബം, ഷിബില അടക്കമുള്ളവരെത്തി ഒരു പരാതി കൊടുക്കുന്നത്. പക്ഷേ ആ പരാതിയിൽ കൃത്യമായ നടപടി ഉണ്ടായില്ല എന്ന ആരോപണമാണ് ഇവരെല്ലാം ഉന്നയിക്കുന്നത്. കാരണം ആ പരാതിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. കാരണം പിരിഞ്ഞു കഴിയുമ്പോൾ ഇവരുടെ വസ്ത്രങ്ങളെല്ലാം എടുത്തു തരണം, അതായത് ഷിബിലയുടെയും കുഞ്ഞിൻ്റെയും വസ്ത്രങ്ങൾ എടുത്തു തരണമെന്നൊരു അപേക്ഷയായിട്ട് ആ പരാതിയിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. പക്ഷേ യാസിർ
ഈ വിവരം അറിയുന്ന സമയത്ത് ആ ദേഷ്യത്തിൽ ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത് ഈ വീട്ടിൽ ഉള്ള ഇവരുടെ വസ്ത്രമെല്ലാം പുറത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് അത് കൂട്ടിയിട്ട് കത്തിച്ച് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കി ആ ദേഷ്യം തീർത്തു. അതിനുശേഷം അത് പലർക്കായിട്ട് കുടുംബ ബന്ധങ്ങളിലുള്ളവർക്കും അവരുടെ സുഹൃത്തുക്കൾക്കുമായിട്ട് പലർക്കായിട്ട് ഈ വീഡിയോ അയച്ചു കൊടുത്തു. അങ്ങനെ യാസിർ തന്നെ ഇത് സ്റ്റാറ്റസ് ആക്കിയതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളെല്ലാം നമ്മൾ ഒരുപാട് തവണ ദൃശ്യങ്ങളിലൂടെ കണ്ടതുമാണ്. ആ തരത്തിൽ ഷിബിലയുമായിട്ട് പിണങ്ങിക്കഴിയുന്നു, ഷിബിലയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാവുന്നൊരു കാര്യം. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പുതിയൊരു കത്തി വാങ്ങി കൊലപാതകം ചെയ്യാൻ വേണ്ടി മാത്രം ആസൂത്രിതമായി വന്ന ഒരാളാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും. നമുക്ക് ഇതാണ് ഈ ഷിബിലയുടെ വീടെന്ന് പറയുന്നത്. ഈ റോഡ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇതാ രക്തപ്പാടുകളുമുണ്ട്. ഒരുപക്ഷെ ആ സമയത്ത് ഇങ്ങോട്ടേക്ക് കയറുന്ന സമയത്തോ കത്തിയുമായി പുറത്തേക്ക് വരുന്ന സമയത്തൊക്കെ രക്തക്കര പറ്റിയതാകാമെന്നാണ് കരുതുന്നത്. ഈ റോഡിലൂടെ ഇങ്ങനെയായിരുന്നു യാസിർ മാരുതി അൾട്ടോ കാറിൽ യാസിർ സഞ്ചരിച്ച് ഇതുവഴിയായിരുന്നു വന്നത്. അങ്ങനെ ഇവിടെ ഈ ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് ആ വാഹനം നിർത്തുന്നു. വാഹനം നിർത്തിയതിനു ശേഷം ഇങ്ങോട്ടേക്ക് കത്തിയുമായി ഇതിനകത്തേക്ക് കയറി ആദ്യം ഷിബിലയെ കുത്തി വീഴ്ത്തുന്നു. അങ്ങനെ കുത്തി വീഴ്ത്തിയതിനു ശേഷമാണ് ഭാര്യ പിതാവായിട്ടുള്ള അബ്ദുറഹ്മാനെയും പിന്നീട് ഹസീനയെയും കുത്തി പരിക്കേൽപ്പിച്ച് പുറത്തേക്ക് വരുന്നത്. ആ സമയത്ത് ഇവിടെ ഈ തൊട്ടടുത്ത അയൽവാസിയായിരുന്ന ഒരു നാസർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശബ്ദ കോലാഹലങ്ങളെല്ലാം കേട്ട് ഇങ്ങോട്ടേക്ക് ഓടി വരുന്നു. ആ സമയത്ത് തടുക്കാനെത്തിയപ്പോൾ, അതായത് യാസിറിനെ തടയാനെത്തിയപ്പോൾ ഈ നാസറിനെയും ആക്രമിക്കാൻ തുനിഞ്ഞു. നേരത്തെ നമ്മൾ കേട്ട പ്രതികരണം അതാണ്. അദ്ദേഹത്തെയും ആക്രമിക്കാൻ തുനിഞ്ഞു. കാരണം യാസിറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം ചെയ്തൊരു കാര്യം, ഈ കാണുന്ന സൈക്കിൾ, അതായത് ചെറിയ കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു സൈക്കിളാണ്. ഈ സൈക്കിൾ എടുത്തുകൊണ്ട് അദ്ദേഹം സഞ്ചരിച്ചു വന്നിരുന്ന കാറിൻ്റെ മുകളിലേക്ക് എറിഞ്ഞു. അങ്ങനെയാണ് ആ കാറിൻ്റെ മുൻഭാഗത്തെ ചില്ല് ഒരു തകർന്ന അവസ്ഥയിൽ കണ്ടത്. അങ്ങനെയാണ് പ്രതിരോധം തീർത്ത് ഈ യാസിറിൽ നിന്നും ഈ അയൽവാസിയായിട്ടുള്ള നാസർ രക്ഷപ്പെടുന്നത്. ഉടനെ തന്നെ അകത്തേക്ക് കയറി നിലത്ത് വീണ് കിടക്കുന്ന ഷിബിലയെയും മറ്റു ഈ ഹസീനയെയും അതുപോലെ തന്നെ അബ്ദുറഹ്മാനെയും എടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും താലൂക്ക് ആശുപത്രിയിലേക്കും ഒക്കെ പോയത്. പക്ഷേ സങ്കടമെന്ന് പറയട്ടെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്കും ഷിബില മരണപ്പെട്ടിരുന്നു. ഗുരുതരമായിട്ടായിരുന്നു അബ്ദുറഹ്മാൻ ആ സമയത്ത് ചികിത്സയിൽ ഉണ്ടായിരുന്നത്. വിശദമായി നൽകിയത്. തീർച്ചയായിട്ടും ഇന്ത്യാസ് സൂചിച്ച പോലെ ഒരുപക്ഷെ ഈ ലഹരിക്ക് അടിമയായിട്ടുള്ള യാസിർ നടത്തിയിട്ടുള്ള ആ ക്രൂരകൃത്യത്തിൻ്റെ രീതി അതെന്താണ്? ഒരുപക്ഷെ നമുക്ക് നേരത്തെ ഇടപെട്ടിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു. ഇത്തരം ഒരു പ്രശ്നങ്ങൾ ഉള്ളതാണെന്ന് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. കഞ്ചാവിന് പരാതി നൽകിയിരുന്നു, ഇയാൾ കൊല്ലുമെന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടാകില്ല അല്ലേ? മിക്കവാറും കൊലപാതകങ്ങളെല്ലാം ഇത്തരമൊരു അനാസ്ഥ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള സംഭവമായി അത് മാറിയിരിക്കുകയാണ്.